ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനൽഡയാണ്. ഒരുപാട് ആളുകൾ എന്ത് ബിസിനസ് തുടങ്ങുമെന്ന് ആലോചിച്ചിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ വീട്ടിൽ എന്താണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അവർക്ക് സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് ഒക്കെ റെൻറ്റിന് എടുത്ത് തുടങ്ങാനായിട്ട് ഒരു ഭയമായിരിക്കും. അപ്പോൾ എല്ലാവരും തന്നെ നോക്കുന്നത് സ്റ്റാർട്ടിങ് വീട്ടിൽ നിന്ന് ചെയ്യാം എന്ന രീതിയിലാണ്. എന്നാൽ അവർക്കെല്ലാവർക്കും സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി ഏൺ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനായിട്ട് ഭയമാണ്. അതായത് ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നല്ലൊരു മെഷീൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ, അതുപോലെ തന്നെ മാർക്കറ്റ് ചെയ്യാനും അതുപോലെ റേറ്റ് ഫിക്സ് ചെയ്യാനൊക്കെ ആരുടെയെങ്കിലും ഒരു സഹായം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ് ഒരു കൈ നോക്കാമെന്ന് ആലോചിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് മാത്രമല്ല നല്ല താല്പര്യത്തോടു കൂടി ബിസിനസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് യോജിച്ച ഒരു ബിസിനസിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്നീ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നോക്കാം എന്താണ് നമ്മുടെ ബിസിനസ് എന്നുള്ളത്. സ്റ്റീം അയൺ ബിസിനസ് ആണ്. അതായത് നമ്മൾ വീടുകളിൽ ഇത്തരത്തിലുള്ള ഒരു സ്റ്റീം അയൺ സെന്റർ സെറ്റ് ചെയ്ത് നമ്മൾ ക്ലോത്ത് ഐറ്റംസ് അയൺ ചെയ്ത് നൽകുന്ന സർവീസ് ആണ് നമ്മുടെ ബിസിനസ് വരുന്നത്. ഈ ഒരു സർവീസിന്റെ കൂടെ തന്നെ നമുക്ക് വാഷിംഗ്, അതുപോലെ ഡ്രൈ ക്ലീനിങ്, അങ്ങനെയുള്ള ഒരുപാട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആരാണ് നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സപ്പോർട്ട് തരുന്നത്? ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മെഷീൻ വാങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നല്ലൊരു സ്ഥാപനത്തിൽ നിന്ന് വേണം നമ്മൾ ഈ ഒരു മെഷീൻ വാങ്ങാനായിട്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സർവീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീപ്ലേസ്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ മെഷീൻ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമൊക്കെ വന്നാൽ നല്ലൊരു സപ്പോർട്ട് നൽകുന്ന ഒരു സ്ഥാപനമായിരിക്കണം. അപ്പോൾ ലോൺസ്മാർട്ട് എന്ന സ്ഥാപനം 14 വർഷം ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഗ്ലോബൽ ആയിട്ടുള്ള ലെവലിൽ ഇത്തരത്തിലുള്ള മെഷീൻസ് സെറ്റ് ചെയ്ത് നൽകുന്നവരാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത്തരത്തിലുള്ള സ്ട്രീമിംഗ് അയണിന് വേണ്ടിയിട്ടുള്ള മെഷീൻ വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് അറിയാമായിരിക്കും, laundrymanofindia എന്നറിയപ്പെടുന്ന ജോബി സാറിന്റെ ഒരു സ്ഥാപനമാണിത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ എത്രമാത്രം നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അദ്ദേഹം നമ്മുടെ കേരളത്തിന്റെ ഒരു അഭിമാനം തന്നെയാണ്. അദ്ദേഹം മലയാളി ആയത് തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ ട്രെയിനിങ് സ്കൂളാണ് ലോൺസ്മാർക്ക് സ്കൂള്. അവിടെ നിന്ന് നമുക്ക് ട്രെയിനിങ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ബിസിനസ്, അതായത് സ്റ്റീം അയൺ ബിസിനസ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് സ്വന്തമായിട്ട് മെഷീൻസ് ഒക്കെ വാങ്ങിച്ച് നമ്മുടെ ബ്രാൻഡ് നെയിമിൽ നമുക്ക് വീട്ടിലോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിലോ, അതായത് റെന്റിന് എടുത്തിട്ടോ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് ഫ്രാഞ്ചൈസി എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇവരുടെ സപ്പോർട്ട് ലഭിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഫ്രാഞ്ചൈസി എടുക്കുകയാണ് എങ്കിൽ നമുക്ക് മെഷീൻസ് അവർ നമ്മുടെ വീട്ടിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഇലക്ട്രിക് വർക്ക്, പ്ലംബിംഗ് വർക്ക്, ട്രെയിനിങ്, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഷോപ്പ്, അതായത് ഈ ഒരു സ്റ്റീം അയൺ സെന്റർ അട്രാക്റ്റീവ് ആക്കാനായിട്ടുള്ള എല്ലാ ബോർഡും അക്സസറീസും ഇവർ തന്നെ തരും. അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യേണ്ടത്, എത്ര രൂപയാണ് നമ്മൾ സർവീസ് ചാർജ് വാങ്ങേണ്ടത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താം, അങ്ങനെ ഒരു ബിസിനസ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട A to Z ആയിട്ടുള്ള സപ്പോർട്ട് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സ്റ്റാഫൊക്കെ നല്ല സപ്പോർട്ടീവ് ആണ് കേട്ടോ, ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്റ്റാഫിന്റെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് ഡൗട്ട്സ് ഒക്കെ ചോദിക്കാവുന്നതാണ്. ഒരു വർഷത്തേക്ക് എല്ലാ മെഷീനും റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട്. അതിനുശേഷം നമുക്ക് സർവീസ് വാറണ്ടിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്രാഞ്ചൈസി ആണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ സ്റ്റീം അയൺ സെന്ററിന് ലോൺസ്മാർക്ക് എന്ന ആ ഒരു പേര് തന്നെ നമ്മൾ നൽകണം. അത് മാത്രമല്ല നമ്മുടെ സ്ഥാപനത്തിന്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം ലോൺസ്മാർട്ടിന്റെ സൈറ്റിലും അവർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്, വെബ്സൈറ്റിൽ. അതുവഴി നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഫ്രാഞ്ചൈസി എല്ലാ വർഷവും റിന്യൂ ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് 10,000 rupees മാത്രമാണ് ചാർജ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്രാഞ്ചൈസി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫുൾ സപ്പോർട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റീം അയൺ സെന്ററിന്റെ ഫ്രാഞ്ചൈസിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തത്തിൽ മറ്റു ബിസിനസ്സുകളും, അതായത് മറ്റു സർവീസുകളും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതായത് വാഷിംഗ്, ഡ്രൈ ക്ലീനിങ്, അങ്ങനെ ക്ലോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സർവീസുകൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഫ്രാഞ്ചൈസിനെ കുറിച്ചും അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ചും ഏകദേശം ഒരു ധാരണ ലഭിച്ചിട്ടുണ്ടാവും. ഫ്രാഞ്ചൈസി എടുക്കുന്നവർക്ക് ട്രെയിനിങ് ഫ്രീ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ല ഇനി സ്വന്തമായിട്ട് നമ്മൾ മെഷീൻസ് വാങ്ങിച്ചാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെയ്ഡ് ട്രെയിനിങ്ങും അവൈലബിൾ ആണ്. അത് മാത്രമല്ല നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് നമ്മൾ ഇതിൽ എക്സ്പെർട്ടുകൾ ആവുകയാണ് എങ്കിൽ നമുക്ക് മറ്റുള്ളവർക്കും ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് കൺസൾട്ടിങ് സർവീസ് നമുക്ക് പേയ്മെന്റ് വാങ്ങിച്ചിട്ട് മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി നമുക്കും ഒരു ഇൻകം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ഏകദേശം നമുക്ക് എത്ര
രൂപ പ്രോഫിറ്റ് കിട്ടുമെന്നുള്ളത്. ഒരു ദിവസം നമുക്ക് ഏകദേശം 60 തൊട്ട് 100 ക്ലോത്ത് ഐറ്റംസ് വരെ അയൺ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ക്ലോത്ത് ഐറ്റത്തിന് നമുക്ക് 15 റുപ്പീസ് തൊട്ട് വാങ്ങാനായിട്ട് സാധിക്കും. അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1500 റുപ്പീസാണ്, 1500 രൂപയാണ്. ഇനി നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് നോക്കാം. നമ്മുടെ മെഷീൻ 1 മണിക്കൂർ വർക്ക് ചെയ്യിക്കാനായിട്ട് നമുക്ക് 3 യൂണിറ്റാണ് ആവശ്യമായിട്ട് വരുന്നത്. അങ്ങനെ 8 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യിക്കുമ്പോൾ നമുക്ക് 24 യൂണിറ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ സ്വന്തം വീട്ടിലാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ 1 യൂണിറ്റിന് 6 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഷോപ്പിലാണ് എങ്കിൽ 9 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. അപ്പോൾ വീട്ടിലാണ് നമ്മൾ വർക്ക് ചെയ്യിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ ഇലക്ട്രിസിറ്റി ചാർജ് വരുന്നത് 144 രൂപയും ഷോപ്പിലാണ് എങ്കിൽ 216 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഒരു ദിവസം നമുക്ക് 1500 രൂപയുടെ ആ ഒരു ബിസിനസ് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു മാസം നോക്കുമ്പോൾ, അതായത് 26 ദിവസം നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 39,000 രൂപയുടെ ബിസിനസ് നടക്കുന്നുണ്ട്. ഇനി അതിൽ നിന്ന് 26 ദിവസത്തെ ഇലക്ട്രിസിറ്റി ചാർജായിട്ട് വരുന്ന 5616 രൂപ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത് 33,384 രൂപയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും മിനിമം ഇട്ടിട്ടാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. ഇത്രയും ഒരു വർക്കല്ല നമുക്ക് സ്റ്റീം അയൺ സെൻറ്ററിൽ ലഭിക്കുന്നത്. കാരണം നമുക്കറിയാം ഇന്ന് ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള സ്റ്റീം അയൺ സെൻറ്ററിൽ നിന്ന് സർവീസുകൾ നേടുന്നുണ്ട്. അത് ഗ്രാമപ്രദേശത്താണെങ്കിലും ടൗൺ ഏരിയയിലാണെങ്കിലും ഇത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് സർവീസ് നൽകുന്ന വളരെ കുറച്ച് സ്റ്റീം അയൺ സെൻറ്ററുകൾ മാത്രമാണ് ഇന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഫീൽഡിലോട്ട് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നല്ലൊരു സപ്പോർട്ട് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ സക്സസ് ആകാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഒരു മാസത്തെ നമുക്ക് മിനിമം കിട്ടുന്ന ഒരു പ്രോഫിറ്റാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഇതിലും കൂടുതൽ വർക്ക് കിട്ടുന്നതും അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ പ്രോഫിറ്റ് നേടിയെടുക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ലോണ്ടറി ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്, മെഷീൻസ്, മെറ്റീരിയൽസ്, അതുപോലെ എന്ത് സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ലോൺസ്മാർട്ട് എന്ന സ്ഥാപനവുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി കമ്പനീനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൽ നല്ലത് നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം വിശ്വസിക്കാൻ കഴിയുന്ന സ്ഥാപനമാണ് എന്നുള്ളത്. ഇത്തരത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസി എടുത്താൽ, അതല്ല എങ്കിൽ അവിടെ നിന്ന് മെഷീൻ വാങ്ങിച്ച് അവരുടെ സപ്പോർട്ടോട് കൂടി നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്താൽ നമുക്ക് ഒരിക്കലും ഒരു നഷ്ടം വരില്ല. അത് മാത്രമല്ല ഈ ഒരു സ്ഥാപനത്തിന്റെ ഓണർ ഞാൻ പറഞ്ഞു ജോബി സാർ, അദ്ദേഹം സ്വന്തമായിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഈ ഒരു നിലയിലോട്ട് എത്തിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നൽകുന്ന എമൗണ്ടിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വാല്യൂ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം നല്ല രീതിയിൽ തന്നെ നമുക്ക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ലഭിക്കുന്നതാണ്. ലോൺസ്മാർട്ടിന്റെ അഡ്രസ്സ്, കോൺടാക്ട് നമ്പർ, വെബ്സൈറ്റ് ലിങ്ക് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫോൺ കോൾ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ ചെന്ന് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഇനി ഞാൻ നല്ല നല്ല പുതിയ പുതിയ ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.